STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെങ്ങാമുക്കിൽ നിന്നും കാണാതായ അക്ഷയ് എന്ന വിദ്യാർത്ഥി ഇന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടു. ചൂണ്ടലിൽ ATMിലേക്ക് പണം കൊണ്ടുവന്നിരുന്ന ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. സാമൂഹ്യ സേവനങ്ങൾക്ക് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് 25 ലക്ഷം രൂപ ചെലവഴിക്കും. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പുതിയ വൈദികർ സ്ഥാനമേറ്റു. പോർക്കുളം പഞ്ചായത്തിലെ വിള ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പെങ്ങാമുക്കിൽ നിന്നും കാണാതായ അക്ഷയ് എന്ന വിദ്യാർത്ഥി ഇന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം പെങ്ങാമുക്കിൽ നിന്നും കാണാതായ ചോഴിക്കോട് ചന്ദ്രൻ മകൻ അക്ഷയ് മരണപ്പെട്ടു. കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഈറോഡിൽ നിന്നാണ് അക്ഷയിനെ വാഹനമിടിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടു. മൃതദേഹം നാളെ ഉച്ചയ്ക്ക് ശേഷം പെങ്ങാമുക്ക് സ്വഭവനത്തിൽ കൊണ്ടുവരും. ചൂണ്ടലിൽ ATMിലേക്ക് പണം കൊണ്ടുവന്നിരുന്ന ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. ചൂണ്ടലിൽ SBI ബാങ്കിന്റെ ATMകളിലേക്ക് നിറയ്ക്കാനായി തൃശൂരിൽ നിന്നും പണം കൊണ്ടുവന്നിരുന്ന ഏജൻസിയുടെ ബൊലേറോ ജീപ്പും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ കാർ യാത്രക്കാരായ ദമ്പതികൾക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻചക്രം റോഡരികിലെ വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ കമ്പിയിൽ കുടുങ്ങി. ഇതോടെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ഇന്ന് ഉച്ചയ്ക്ക് ശക്തിയായ മഴയ്ക്ക് ശേഷമാണ് അപകടം. കാർ കുന്നംകുളത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. പിന്നീട് പോലീസും KCB ജീവനക്കാരും വന്ന ശേഷമാണ് കുടുങ്ങിക്കിടന്ന കാർ നീക്കിയത്. പണമായി വന്ന ബൊലേറോ ജീപ്പ് പോലീസ് കസ്റ്റഡിയിൽ സ്റ്റേഷനിലേക്ക് മാറ്റി. സാമൂഹ്യ സേവനങ്ങൾക്ക് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് 25 ലക്ഷം രൂപ ചെലവഴിക്കും. സാമൂഹ്യ സേവനങ്ങൾക്ക് 25 ലക്ഷം രൂപ ചെലവഴിക്കാൻ കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ 58ാം വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. 6 ലക്ഷം രൂപ CP ബേബി മെമ്മോറിയൽ സ്കോളർഷിപ്പിനും അംഗങ്ങളുടെ മരണാനന്തര സഹായമായി 1 ലക്ഷം വീതവും നൽകുവാനും യോഗം തീരുമാനമെടുത്തു. ജനറൽ ബോഡി യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KP സാക്സൺ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസീർ, ജില്ലാ സെക്രട്ടറി ലൂക്കോസ്, KM അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. 40 അംഗങ്ങൾ അടങ്ങുന്ന പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഭാരവാഹികളായി KP സാക്സൺ പ്രസിഡന്റ്, KM അബൂബക്കർ ജനറൽ സെക്രട്ടറി, PV ബിനോയ് ട്രഷറർ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ
94 95 33 13 22 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. Zone distributor Roja Agencies Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പുതിയ വൈദികർ സ്ഥാനമേറ്റു. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പുതിയതായി സ്ഥാനമേറ്റ വൈദികർക്ക് ഇടവക സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി. വികാരിയായി ഫാദർ ജോസഫ് ചെറുവത്തൂരും സഹവികാരിയായി ഫാദർ ഗീവർഗീസ് വർഗീസുമാണ് ഇന്നു മുതൽ ചാർജ് എടുത്തത്. ഓർത്തഡോക്സ് സഭയിൽ നടക്കുന്ന വൈദിക സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടാണ് പുതിയ വൈദികർ സ്ഥാനമേറ്റത്. ഇന്നലെ രാത്രി പള്ളിയിൽ നടന്ന സ്നേഹോഷ്മളമായ സ്വീകരണത്തിൽ മുൻ വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, മുൻ സഹവികാരി സജി മാത്യു കുളങ്ങാട്ടിൽ, ട്രസ്റ്റി സുമേഷ് പി വിൽസൺ എന്നിവർ പുതിയ വൈദികരെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തു. സ്വീകരണത്തിന് നവപുരോഹിതർ നന്ദി രേഖപ്പെടുത്തി. പോർക്കുളം പഞ്ചായത്തിലെ വിള ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്തിലെ വിള ഇൻഷുറൻസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ ജയശ്രീ, പഞ്ചായത്ത് സെക്രട്ടറി ഷൈബ വേണുഗോപാൽ, ജിഷ ശശി, സീന വിൽസൺ, മധു പുന്നത്തൂർ, CDS ചെയർപേഴ്സൺ സിന്ധു ബാലൻ, കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിപണി അടയ്ക്ക പഴയത് 4100 രൂപ മുതൽ 4250 രൂപ വരെ, പുതിയത് 4100 രൂപ മുതൽ 4467 രൂപ വരെ, രണ്ടാം തരം 3200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെങ്ങാമുക്കിൽ നിന്നും കാണാതായ അക്ഷയ് എന്ന വിദ്യാർത്ഥി ഇന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെട്ടു. ചൂണ്ടലിൽ ATMിലേക്ക് പണം കൊണ്ടുവന്നിരുന്ന ബൊലേറോ ജീപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം. സാമൂഹ്യ സേവനങ്ങൾക്ക് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് 25 ലക്ഷം രൂപ ചെലവഴിക്കും. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പുതിയ വൈദികർ സ്ഥാനമേറ്റു. പോർക്കുളം പഞ്ചായത്തിലെ വിള ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.